ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ ഒരു ഫാം ടൂർ ആയാലോ. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാമിങ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇട്ട സമയത്ത് പലരും ചോദിച്ചൊരു കാര്യമാണ്, ഫാം എങ്ങനെയാണ് നടത്തുന്നത്, നിങ്ങളുടെ ഫാമിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കാണിക്കാവോ, എത്ര രൂപ ചിലവായി, എന്തൊക്കെയാണ് നിങ്ങളവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് പല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 കൂട് വെച്ചിട്ട് 10 കോഴി വളർത്തുന്നതാണ് എൻ്റെ ഫാമൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഫാം എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഞാനത് നടത്തുന്നതെന്നും എത്ര കോഴി ഉണ്ടെന്നുള്ളതും എനിക്ക് എത്ര കോസ്റ്റായി, എങ്ങനെയാണ് അതിൻ്റെ നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ നമ്മുടെ ഒരു ഫാമിൻ്റെ ഫസ്റ്റ് പിക്ചർ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഫസ്റ്റ് പിക്ചർ. ജസ്റ്റ് ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കോഴീനെ വളർത്തുന്നത്. അത് നമ്മൾ എടുത്തിരിക്കുന്ന ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമശ്രീ കോഴികളെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഗ്രാമശ്രീ കോഴികൾ. ഇത് എല്ലാം തന്നെ പെടകളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതെല്ലാം പെടയാണ്. ഇതിന് നമ്മളിവിടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ബാക്കി കോഴികൾ ആവശ്യമുള്ളവർക്ക്, പെടക്കോഴികൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ 2 മാസമായ കോഴികളാണ്. നമ്മൾ 1 മാസമായ കോഴികളെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 130 വരേക്കും, 1.5 മാസമായതിന് 160 വരേക്കും, ഇപ്പോൾ 2 മാസമായതിന് നമ്മളാണെങ്കിൽ 210 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെടക്കോഴികളെ പൂവൻ കോഴികളാണ് ഈ കിടക്കുന്നത്. ഇവന്മാർ കുറച്ചുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാരെ ആണെങ്കിൽ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കും. ഇവിടെയും കിടപ്പുണ്ട് കുറച്ച് പൂവൻ കോഴികൾ. ഇത് നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കോഴികളാണ്. ഈ പൂവൻ കോഴികളെന്ന് പറയുന്നത് ഗ്രാമശ്രീ കോഴികളാണ്. നമുക്ക് 2 മാസം 2.5 മാസം കൊണ്ട് 2 കിലോയ്ക്കകത്ത് വെയിറ്റ് കയറുന്ന കോഴികളാണ്. നമുക്കിവിടെ മാക്സിമം 2 കിലോ അല്ലെങ്കിൽ 2.25 കിലോ അത്രയൊക്കെ വരുമ്പം തന്നെ നമ്മൾ നമ്മുടെ പൂവൻ കോഴികളെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവന്മാർ ഏകദേശം ആണെങ്കിൽ 1.25 കിലോ ഉണ്ട് ഇവന്മാരെല്ലാം തന്നെ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെ നമുക്ക് കൊടുക്കാറായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളിവിടെ ആണെങ്കിൽ വളർത്തുന്നത് കുറച്ച് നാടൻ പുള്ളിക്കോഴികളെയാണ്. പ്യുവർ നാടൻ പുള്ളിക്കോഴികളാണ്. ഇത് ഞാൻ വേറൊരു വീട്ടിൽ നിന്നും വാങ്ങിയതായിരുന്നു. ഈ പൂവൻ്റെ കൂടെ നമ്മൾ വേറൊരു നാടൻ കോഴിയായിരുന്നു മേടിച്ചത്. അതൊരു കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷേ ആ പെടക്കോഴി ചത്തുപോയി, അതിന് പനിയുണ്ടായിരുന്നു. ഈ പൂവൻ കോഴി പെടക്കോഴികളെ, ഈ 3 പെടക്കോഴികൾ അതിവിടെ ഒരുത്തി മുട്ടയിടാൻ കയറിയിരിപ്പുണ്ട്. ഇവരെ നമ്മൾ വാങ്ങിച്ചത് കാരാളിമുക്കിൽ ഒരു വീട്ടിൽ നിന്നാണ്. ഒരു ബ്രോ നടത്തുന്നൊരു ഫാമാണ്. ആ ബ്രോയ്ക്ക് എന്നെപ്പോലെ തന്നെ ഈ കോഴിപ്രാന്തുള്ള ഒരു വ്യക്തിയാണ്. ആ പുള്ളിയുടെ നിന്ന് അതൊരു മഞ്ഞക്കോഴിയാണ്. അപ്പം ഇത് നമ്മുടെ നാടൻ പ്യുവർ ബ്രീഡാണ് ഇത്. അതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട് നാടൻ പ്യുവർ ബ്രീഡ്. അതായത് ഇതിനെയൊക്കെ നമ്മളാണെങ്കിൽ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും നാടൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വളർത്തുന്നത്. ഇത് ഇവരുടെയൊക്കെ മുട്ടയാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ കിടക്കുന്നത് കുറച്ച് നാടൻ ഗ്രാമശ്രീ പെടക്കോഴികളാണ്. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ഈ കൂട്ടിക്കിടന്ന് നമുക്കിവിടെ ഏകദേശം മുട്ടയിടാൻ വേണ്ടിയിട്ട് ഏകദേശം 50 പെടക്കോഴികളും ഉണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് നമുക്കും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റാനായിട്ട് കൂടുകളില്ലാതായിപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷന് പുറത്തു പോയി ഈ കോഴികളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇതിൽ മേളത്തെ കൂട് നമ്മളിതുവരെയും റെഡി ആക്കിയിട്ടില്ല. ഇതിന് വലിയ പണിയൊന്നുമില്ല, വാതിലും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി. പക്ഷേ നമുക്കത് ചെയ്യാനുള്ളൊരു ടൈമും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കോഴികൾ കൂടുതൽ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ പെടക്കോഴികളെ കൊടുക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ അതിൽ നിന്നും മാറ്റി നിർത്തിയതാണ്. ഏകദേശം ഒരു 10 പെടക്കോഴിയെ നമ്മളിപ്പോൾ നിർത്തിയിട്ടുണ്ട്. അതിൽ 4 എണ്ണം അടയാണ്. അടയായാൽ ഇന്നലെ ഒരു സെറ്റ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവളൊരു ക്രോസ് ബ്രീഡാണ്. ഇവളാണെങ്കിൽ നമ്മുടെ നാടൻ കോഴിക്കും ഫാൻസി കോഴിക്കും ഉണ്ടായൊരു ബ്രീഡാണ്. ഈ ബ്രീഡിനെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ബ്രീഡാണ്. ഇത് നല്ല അടിപൊളി ഫാൻസി കോഴിയാണ്. ഇവള് നല്ല അടിപൊളി ഫാൻസി കോഴിയാണ്. കണ്ടില്ലേ, കാലിലൊക്കെ നല്ല ചെടയൊക്കെ ഉണ്ട്, നല്ല ക്യാപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മളാണെങ്കിൽ 2 എണ്ണം, അതായത് നാടൻ കോഴിയും ഫാൻസി കോഴിയും കൊണ്ട് നമ്മളിത് ക്രോസ് ബ്രീഡ് ചെയ്ത് എടുത്ത ഒരു ഇനമാണ്. അതുകൊണ്ട് അവളിങ്ങനെ ആയത്. അപ്പം ഇതിൽ പക്ഷെ വെച്ചിരുന്ന മുട്ട ഇവളുടെ കുറച്ച് മുട്ട 1-2 മുട്ടയും ഉണ്ട്. പിന്നെ നമ്മുടെ ഇവളുടെ മുട്ടയും പിന്നെ അകത്ത് വേറൊരു തിരിപ്പുണ്ട്. അവളുടെ മുട്ടയും കൂടി ചേർത്ത് നമ്മൾ വെച്ചത്. നമുക്ക് 15 മുട്ട വെച്ചപ്പോൾ നമുക്ക് 10 കുട്ടികളെയാണ് നമുക്ക് കിട്ടിയത്. മൊത്തം 11 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി ഇവള് തനിയെ ചവിട്ടി കൊന്നു. ഇവൾക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇവളെ ചവിട്ടി വഴിക്ക് ആ കുട്ടി ചത്തുപോയി. ഇത് നമുക്ക് ഈ കോഴിയെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 1.5 കൊല്ലത്തോളമായി. നമുക്ക് ഇത് നമ്മളിവിടെ വിരിയിപ്പിച്ചിറങ്ങിയ പെടക്കോഴി കേട്ടോ. 1.5 കൊല്ലത്തോളമായി. ഇതുവരെ ഒരു കുഴപ്പമില്ല, ഡെയിലി മുട്ടയിടാറുണ്ട്. മാസത്തിൽ നമുക്കൊരു 20-22 മുട്ടയൊക്കെ നമുക്ക് ഇവിടെ തരാറുണ്ട്. അതിൻ്റെ കുട്ടികളാണ്. ഞാനിവിടെ നാടൻ കോഴികളെ ഈ ഒരു രീതിയിലാണ് വളർത്തുന്നത്. നമുക്കിവിടെ വേണ്ടത് മുട്ടയിടാനും അതുപോലെ തന്നെ നമുക്ക് അടവെച്ച് വിരിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ഈ നാടൻ കോഴി ഇങ്ങനെ വളർത്തുന്നത്.
നമുക്കിപ്പം പ്യുവർ നാടൻ കോഴി അവിടെ ഉള്ളത്, മുട്ടയിട്ട് അടയിരിക്കുന്ന നമ്മുടെ സാധാരണ നാടൻ കോഴി. അതാണ് നമുക്കിവിടെ മുട്ടയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെ കുറച്ച് പേരെ നമ്മൾ മുട്ട എടുക്കാം ഉദ്ദേശത്തോടെ ഇവരെയും കുറച്ച് പേരെ നമ്മൾ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊത്തുമുട്ടയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഇതിൽ 1-2 പൂവന്മാരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇറച്ചിക്കല്ലാതെ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, കൊത്തുമുട്ട കിട്ടാൻ വേണ്ടിയിട്ട് പൂവന്മാരെ എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഇറച്ചിക്ക് ആവശ്യത്തിനല്ലാതെ വളർത്താൻ വേണ്ടി 1-2 പൂവന്മാരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഇതിലും ഉണ്ട് കേട്ടോ. ഇതാണ്ട് ഒരു പൂവൻ ഇവിടെ ഉണ്ട്. അത് ഇതിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇറച്ചി പർപ്പസിനല്ലാതെ നമ്മൾ വളർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയിട്ട് വളർത്തുന്നത്. അപ്പം ഇപ്പം ഞാനിത് മൊത്തം തുടങ്ങുന്ന സമയത്ത് 500 കോഴികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 500 കോഴിയാണ് സ്റ്റാർട്ടിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേയൊക്കെ നമുക്ക് സെയിലായി, കുറേയൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെയെല്ലാം മാറി ഇപ്പം നമുക്ക് ഏകദേശം 200 കോഴികളുണ്ട് ഇവിടെ. 200 കോഴിയിൽ ദൈവമാരൊക്കെ ആണെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കൊടുക്കാറായി. ഏകദേശം 1.5 കിലോളം ആയി. ഇനി കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിഞ്ഞ് കുറച്ചുകൂടെ ഞങ്ങളിവിടെ മാക്സിമം 2 കിലോ 2.25 കിലോ ആകുമ്പോഴാണ് കൊടുക്കുന്നത് സാധാരണ. അപ്പോൾ അവന്മാർ കുറച്ചുകൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച ആകുമ്പോൾ ഇവന്മാരെല്ലാം പോവും. അപ്പം നമ്മൾ അടുത്ത ബാച്ചിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവന്മാരും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കൂടെല്ലാം കാലിയാവും. പിന്നെ ഈ കൂടും കൂടെ വൃത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാവും. ഇപ്പോൾ മുട്ടക്കോഴികളെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കൂടുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ. പിന്നെ ഇവിടെയും നമ്മൾ കുറച്ച് പ്യുവർ നാടൻ പെടക്കോഴികൾ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ വേറൊരിടത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതും പ്യുവർ നാടൻ പെടക്കോഴികളാണ് ഇതിനകത്തും ഉള്ളത്. പിന്നെ ഗ്രാമശ്രീ 1-2 ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ പ്യുവർ നാടൻ കോഴികളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഇത് നമ്മൾ മുട്ട പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ വാങ്ങിച്ച കോഴികളാണ്. ഇത് നമ്മുടെ ഐസൊലേഷൻ വാർഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ചൂടായപ്പോൾ നമുക്കും പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നോക്കുന്നതിൻ്റെ രീതി കൊണ്ടായിരിക്കും ഇതുവരെ അങ്ങനെ വലിയ രീതിയിലുള്ള ഡെഡൊന്നും നമുക്ക് വന്നില്ല. ചിലപ്പം ആഴ്ചയിൽ ചിലപ്പം 1-2 കോഴികൾ നമുക്കിവിടെ ചാവാറുണ്ട്. അത്രയധികം ചൂടല്ലേ, നമ്മൾ തീരെയും ചാവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോവും. അപ്പം നമുക്കും ഇവിടെ ആണെങ്കിൽ 1-2 കോഴികളൊക്കെ ചാവാറുണ്ട്. ഏകദേശം കാൽക്കുലേറ്റ് നോക്കുകയാണെങ്കിൽ 10-നകത്ത് കോഴികൾ എനിക്ക് തന്നെ ഇപ്പം ഡെഡായിട്ടുണ്ട്. 10-നകത്ത് കോഴികൾ എനിക്ക് ഡെഡായി. അത്രയ്ക്കും ചൂടടിക്കുന്നുണ്ടല്ലോ. നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ നമുക്കിവിടെ ഡെഡുണ്ട്. നമ്മൾ തീരെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളായിപ്പോവും. അപ്പം ഇത് നമ്മുടെ ഐസൊലേഷൻ വാർഡാണ്. നമ്മളിവിടെയാണ് പനിയുള്ള കോഴികളെ മാറ്റുന്നത്. അപ്പം ഇവന്മാരൊക്കെ അത്യാവശ്യം ആക്റ്റീവായി വരുന്നുണ്ട്. നമ്മളിവിടെ പനിയുള്ള കോഴികൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറും പിന്നെ മരുന്ന് വെള്ളം കൊടുക്കും. വെള്ളമൊക്കെ ഇവന്മാർ തട്ടിക്കളഞ്ഞു. ഇതെൻ്റെ ഐസൊലേഷൻ വാർഡാണ്. കണ്ടില്ല, ഇത് നാടൻ കോഴികളെ. ഇവന്മാർ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇവിടുന്ന് മാറും. ഇവന്മാർ തൽക്കാലത്തേക്ക് ഇട്ടയാണിത്. അപ്പം ഇതാണ് എൻ്റെ ഫാം. ഇത്രയും കോഴികളെ നമുക്കൊരു ഫാമായിട്ട് വളർത്തണമെങ്കിൽ നല്ല രീതിയിൽ സ്ഥലം പോകും. ചിലർ ആക്ഷേപിക്കാൻ വേണ്ടി പറയും, സത്യം പറഞ്ഞാൽ അവന്മാർക്ക് തലയ്ക്ക് ആൾതാമസം ഉണ്ടല്ലോ, തലച്ചോറുണ്ടോ എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇത്രയും കോഴികളെ നമ്മൾ വളർത്തണമെങ്കിൽ എന്തുമാത്രം സ്ഥലം നമുക്ക് ആവശ്യമായി വരും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഫാമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ടെൻറ്റ് കെട്ടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം എടുക്കും. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ ഒരു ഫ്ലാറ്റ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ തന്നെ താമസിക്കുന്ന ഇങ്ങനെ ഒരു സെൻറ്റിനകത്ത് 3-4 നിലയുള്ള വീടുകൾ വെച്ചിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ ആ ഒരു ട്രിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, തട്ടായിട്ട് ഇങ്ങനെ കൂടുകളടിച്ച് ഇതിനകത്തേക്കാണ് കോഴികളെ ഇട്ടിരിക്കുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാനിവിടെ വാങ്ങിച്ച എൻ്റെ അനിയൻ മേടിച്ച കൂടാണ് ഇത്. കോഴിയിടാൻ വേണ്ടി എൻ്റെ അനിയൻ പണ്ട് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കൂട് ഞാൻ അടിച്ചു. ഈ കൂടടിച്ചു. പിന്നെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് തട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം മതി. ഇത്രയും സ്ഥലമേ എനിക്കിവിടെ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, വളരെ കുറച്ച് സ്ഥലമാണ് എനിക്കിവിടെ പോയേക്കുന്നത്. ബാക്കി നമുക്ക് വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇനിയും കോഴിക്കൂടുകൾ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാൻ പറ്റും. അപ്പം ഇത്രയും ചെറിയ സ്ഥലത്ത് തന്നെ 1 സെൻറ്റ് പോലും എടുത്തിട്ടില്ല. 1/2 സെൻറ്റ് പോലും ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡൗട്ടാണ്. അത്രയും പോലും ചെറിയൊരു സ്ഥലത്ത് ഞാനിവിടെ ഇത്രയും കോഴികളെ വളർത്തുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 200 കോഴികളും കിടപ്പുണ്ട്. ഇപ്പം ആരും കൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ 50-60 കോഴികളെ വരുത്തുള്ളൂ. ഈ പൂവൻ കോഴികൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 50-60 കോഴി നമുക്കിവിടെ ഉള്ളൂ. അപ്പം എനിക്ക് ഈ കോഴി ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായ ഏകദേശം തുകയെന്ന് പറയുന്നത് ഏകദേശം 19,000 രൂപ ഈ കൂടുകൾക്ക് വേണ്ടി മാത്രം ചിലവായിട്ടുണ്ട്. ഈ കൂടുകൾക്ക് വേണ്ടി മാത്രം 19,000 രൂപ ചിലവായി ഇത്രയും കൂടിന് വേണ്ടിയിട്ട്. പിന്നെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ചിലവായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല സമയത്തായി മേടിച്ചുകൊണ്ട് കറക്റ്റ് ഒരു കണക്കെനിക്കില്ല. എന്നാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പം അന്ന് ഞാൻ മേടിച്ചത് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യമേ നമ്മളെടുത്തത് 2,800 രൂപയ്ക്കായിരുന്നു. അന്ന് 225 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും 200 സംതിങ് കോഴിക്കുഞ്ഞുങ്ങളെടുത്തു. അന്നും ഏകദേശം അത്രയും തന്നെ 2,800-ന് മുകളിലായിട്ടുണ്ടായിരുന്നു അന്നും. അതിനുശേഷം പിന്നെ നമ്മൾ പെടക്കോഴികളെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാടൻ പെടക്കോഴികളെ കളക്ട് ചെയ്തു. അപ്പം ഏകദേശം നല്ല രീതിയിൽ റേറ്റായി. പിന്നെ ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളും ഇതുവരെ എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 13,000 രൂപ തീറ്റയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് ചിലവായിട്ടുണ്ട്. അത് മുട്ടക്കോഴിക്കാണെങ്കിലും പെടക്കോഴിക്കാണെങ്കിലും പൂവൻ കോഴികൾക്കാണെങ്കിലും എല്ലാത്തിനും കൂടെ 13,000 രൂപ തീറ്റയ്ക്ക് വേണ്ടി ചിലവായിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ഇത്രയൊക്കെയാണ് എനിക്കിതിൽ ചിലവായിട്ടുള്ള തുക എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുമ്മായവും ചാരവും കൂടി ചേർത്തിട്ടാണ് കോഴിക്കൂടിനെ ഫ്ലോറിൽ ഇട്ടേക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ഞാൻ അറക്കപ്പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അറക്കപ്പൊടിയല്ല, ചീവുപൊടി. നേരത്തെ അറക്കപ്പൊടിയായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് തീറ്റയും കാര്യങ്ങളും ഇവിടെ അല്ല, ഈ സൈഡിലാണ് ഇരിക്കുന്നത് തീറ്റ. അവിടെ ഇരിക്കുന്നത് ഇത് കണ്ടോ, ഇത് ചീവുപൊടിയാണ്. കണ്ടോ, ഇതിനകത്തും ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ചാരവും കുമ്മായവും കൂടി ചേർത്ത് ഈ ചീവുപൊടി ഇടും. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാഷ്ടത്തിൻ്റെ സ്മെല്ല് വരത്തില്ല. നമുക്ക് പരമാവധി കാഷ്ടത്തിൻ്റെ സ്മെല്ല് മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ദിവസവും ഒരു നേരമെങ്കിലും ഇത് നിങ്ങൾക്കറിയാം, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ സാധനം വെച്ച് ഇങ്ങനെ ഇളക്കിയിടും. കണ്ടോ, ഞാൻ ദിവസവും ഒരു നേരമെങ്കിലും ഇളക്കിയിടുന്നതിൻ്റെ ഒരു ഗുണമാണ് നല്ല ഡ്രൈ ആയി കിടക്കുന്നുണ്ടോ, ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇത് എപ്പോഴും കിടക്കും. നമ്മളിങ്ങനെ ഇളക്കിയിടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അതാണ്. അപ്പോൾ ഈ കുമ്മായം ചാരവും ചീളുപൊടി വേറെ അല്ലെങ്കിൽ ചിന്തേരി പൊടി ഇടുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ കൂടുതൽ സ്മെല്ല് ഉണ്ടാവത്തില്ല. അമോണിയ കണ്ടൻറ്റ് കൂടുന്നത് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു രീതിയിലും സ്മെല്ല് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഇനി അഥവാ സ്മെല്ല് വരുവാണെങ്കിൽ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുന്തിരികം പോയിക്കും. കരിയില ഇവിടെ ഞാൻ വാരി വെച്ചിട്ടുണ്ട്. മിറ്റം തൂക്കുന്ന കരിയിലയാണ്, നമ്മുടെ ഇവിടുത്തെ മിറ്റം തൂക്കുന്ന കരിയില ഇത്. ഈ കരിയില ഇവിടെ വാരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇട്ട് ഞാൻ പുകയ്ക്കുന്ന സമയത്ത് പുകച്ച് അതിനകത്തോട്ട് കുറച്ച് കുന്തിരിക്കും. തീരെയും പുകഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പച്ചപ്പുല്ലും വാരിയിടും, അതിൻ്റെ മുകളിൽ വെട്ടിയിടും. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കുന്തിരികത്തിൻ്റെ മണമായിട്ട് അതങ്ങ് കവർ ചെയ്ത് പോകും. നമുക്ക് ഓവറായിട്ട് സ്മെല്ല് സഹിക്കാൻ പറ്റാത്തുള്ള രൂക്ഷഗന്ധം അതൊന്നും എടുക്കത്തില്ല. നമുക്ക് അല്ലെങ്കിലും രൂക്ഷഗന്ധം എടുക്കത്തില്ല. കാരണം കുമ്മായവും ചാരവും ചിന്തരി കൂടിയും കൂടി ഇട്ട് ഡെയിലി നമ്മൾ ഇതൊക്കെ ഇളക്കി കുടിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും എടുക്കത്തില്ല. അതിൻ്റെ കൂടെ ഇതും കൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സ്മെല്ല് എടുക്കത്തില്ല. അത്യാവശ്യം നമുക്ക് സ്മെല്ലെല്ലാം കവർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് കോഴിക്കാഷ്ടത്തിന് സ്മെല്ലെടുക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽപ്പക്കത്ത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ താമസമുണ്ട്. അപ്പോൾ അവർക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. കുന്തിരിയാകുമ്പോഴത്തെ നല്ല രീതിയിൽ മണം വരും, അതിനെ കവർ ചെയ്യും. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഞാൻ ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇതിങ്ങനെ പുകഞ്ഞ് തന്നെ നിൽക്കും. അപ്പോൾ ആ സ്മെല്ലും കാര്യങ്ങളും അത് കവർ ചെയ്ത് പോകും. കുറച്ച് പുല്ലും കൂടെ പറിച്ചിടുകയാണെങ്കിൽ ഈ പുകയാണെങ്കിൽ കട്ടി കുറയും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ കൂടിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതാണ്. അത് കാരണം എനിക്കിവിടെ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എടുക്കുന്നില്ല സാധാരണ. ഇതിപ്പം ഈ പുക അധികമായതുകൊണ്ട് അവരെ കൂടിനകത്തോട്ട് പുക കയറിയപ്പം അവർ കാണിക്കുന്നൊരു ബുദ്ധിമുട്ടാട്ടോ. അതിപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ചും കൂടെ പച്ചപ്പുല്ല് വാരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുക വീണ്ടും കുറയുന്നതായിരിക്കും. അപ്പോൾ ആ സ്മെല്ല് വീണ്ടും കവർ ചെയ്ത് പോവും. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫാം കാണണമെന്ന് ആഗ്രഹം പറഞ്ഞവർക്ക് വേണ്ടിയാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഇതാണ് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ. ഇത് കണ്ടില്ലേ, ഞാൻ പരിസരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റാക്കി തന്നെയാണ് വെക്കുന്നത്. ഇവിടെ എൻ്റെ റോക്കി ബായി കിടപ്പുണ്ട്, എൻ്റെ റോക്കിച്ചിന് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ പൂപ്പി കിടപ്പുണ്ട്. ഇവിടെ പൂപ്പിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് മാറി കിടക്കുവാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാനിവിടെ എൻ്റെ പരിസരമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. നല്ല പുക. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണം ആഗ്രഹമുള്ളവർ, ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതിൽ ഏകദേശം നമുക്കാണെങ്കിൽ ഒരു 400 കോഴിയോളം വളർത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ കൂടുകൾ വന്നിരിക്കുന്നത്. നമുക്ക് തള്ളക്കോഴികളും കുഞ്ഞുകോഴികളും കുറേ ആയപ്പോഴാണ് നമുക്ക് കുറേ കൊടുത്ത് മാറ്റേണ്ടി വന്നത്. ഇതിലൊക്കെ അടപ്പുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.